Hi friends, LDCയുടെയും അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെയും സിലബസ് നമ്മുടെ സെയിം തന്നെയാണ്. അപ്പം ഓൾറെഡി നിങ്ങൾ എല്ലാവരും തന്നെ ഈ ഒരു സിലബസ് ഇപ്പോൾ കവർ ചെയ്തിട്ടുണ്ടാവും. എല്ലാ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ റിവിഷൻ ടൈം ആയിരിക്കും ഒരുപക്ഷെ ഓൾമോസ്റ്റ് എല്ലാവരുടെയും തന്നെ. അപ്പോൾ ഈ റിവിഷൻ ടൈമിൽ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ നോക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ബുക്കാണിത്. നമ്മുടെ LDC Mains എക്സാം മോഡൽ ക്വസ്റ്റ്യൻ ബാങ്ക് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ആദ്യമേ തന്നെ നമുക്കറിയാം LDC Mains എക്സാമിൻ്റെയും ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെയും സിലബസ് സെയിം തന്നെയാണ്. അതുകൊണ്ട് തന്നെ LDC Mains എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഡിഗ്രി ലെവൽ പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ബാങ്ക് ചെയ്ത് നോക്കുന്നത് എന്തുകൊണ്ടും വളരെ നല്ലതായിരിക്കും. നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ ബാങ്കാണിത്. ദി ബെസ്റ്റിൻ്റെ റാങ്ക് 100 എന്ന് പറഞ്ഞുകൊണ്ട് LDC Mains എക്സാം മോഡൽ ക്വസ്റ്റ്യൻ ബാങ്ക് എന്നുള്ളൊരു ബുക്കാണ്. അപ്പം ഇതിനകത്ത് അതോടൊപ്പം തന്നെ ഇതിനകത്ത് 30 സെറ്റ് മോഡൽ ചോദ്യപേപ്പറുകളാണ് കൊടുത്തിട്ടുള്ളത്. പുതിയ സിലബസ് പ്രകാരം SCERT പാഠപുസ്തകങ്ങളിലെ വസ്തുതകൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ 30 സെറ്റ് ചോദ്യപേപ്പറുകളാണ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു 30 സെറ്റ് ചോദ്യപേപ്പറിനോടൊപ്പം തന്നെ ഏകദേശം 1500ഓളം ഫാക്റ്റുകൾ, അതായത് 2021, 2020, 2019 വർഷങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട 1500 ആനുകാലിക ചോദ്യങ്ങളും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് കറണ്ട് അഫെയർ ആ ഒരു ഫാക്റ്റ് അതിൻ്റെ ആൻസർ എന്നല്ല കൊടുത്തിട്ടുള്ളത്, നമുക്ക് എക്സാം മോഡൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പം തന്നെ നമുക്ക് കറണ്ട് അഫയേഴ്സ് നോക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആൻസേഴ്സ് നോക്കുമ്പം അതിന് വരാൻ സാധ്യതയുള്ള ഓപ്ഷൻസുകൾ ഉൾപ്പെടുത്തി ആ ഒരു എക്സാം മോഡലിൽ തന്നെയാണ് കറണ്ട് അഫെയറും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ബുക്കിലേക്ക് നോക്കാം നമുക്കൊന്ന് ജസ്റ്റ്. ഇത്രയും പേജുകളാണ് മൊത്തത്തിലുള്ള ഈ ബുക്ക്. ഏകദേശം പേജുകളുടെ എണ്ണം മൊത്തത്തിൽ വരുമ്പോൾ ഒരു 432 പേജുകൾ മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് 30 സെറ്റ് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസ് നമുക്ക് ഈ ഒരു മാസം കൂടെ ഉണ്ട്. ആ ഒരു മാസത്തിനുള്ളിൽ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻസും കൂടെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ റിവിഷൻ പൂർണ്ണമാകും. അതുപോലെ തന്നെ LDC മെയിൻസിലേക്ക് നിങ്ങൾക്ക് ടൈമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 2-3 പ്രാവശ്യമെങ്കിലും ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടും. അപ്പോൾ LDC മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരും അതോടൊപ്പം തന്നെ ഡിഗ്രി ലെവൽ പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ ബാങ്കിൻ്റെ ബുക്കാണ് ദി ബെസ്റ്റിൻ്റെ റാങ്ക് 100 എന്ന് പറഞ്ഞുകൊണ്ട് LDC Mains എക്സാം മോഡൽ ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് പറഞ്ഞ ഈ ബുക്കിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 330 രൂപയാണ്. അപ്പോൾ ഈ ബുക്ക് നിങ്ങൾക്ക് കൊറിയറായിട്ട് ലഭിക്കും, അതോടൊപ്പം തന്നെ പോസ്റ്റലിൽ ലഭിക്കും, പിന്നെ ഓൺലൈനായിട്ട് വാങ്ങിക്കാം, അല്ലെങ്കിൽ എല്ലാ പ്രമുഖ ബുക്ക് സ്റ്റാളുകളിലും ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് ലഭ്യമാകും. ഈ ബുക്ക് നിങ്ങൾക്ക് കൊറിയറിൽ വേണമെങ്കിൽ അല്ലെങ്കിൽ പോസ്റ്റലിൽ വേണമെങ്കിൽ ബന്ധപ്പെടാൻ പറ്റിയ ഒരു നമ്പറുണ്ട്. അപ്പോൾ ആ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് കൊറിയറിലായിട്ടോ അല്ലെങ്കിൽ പോസ്റ്റലായിട്ടോ ലഭ്യമാകും. അപ്പോൾ ആ ഒരു നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ട ആ ഒരു നമ്പർ ഞാൻ അതിൻ്റെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ ആ ഒരു വാട്സപ്പ് നമ്പറിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം. അപ്പോൾ ഈ ബുക്കിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ നോക്കുന്നത് ആദ്യം തന്നെ ഇതിൻ്റെ എക്സാമിൻ്റെ LDC Mains എക്സാമിൻ്റെ ആ ഒരു സിലബസും അതോടൊപ്പം തന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ക്ലർക്ക് മുഖ്യ പരീക്ഷ മാർക്ക് വിവരമാണ് കൊടുത്തിട്ടുള്ളത്, പൊതുവിജ്ഞാനം ഉൾപ്പെടുത്തി. അപ്പോൾ ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഓൾറെഡി നമുക്ക് സിലബസിനകത്ത് വന്നിട്ടുള്ളതാണ്. ആ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇതിനകത്ത് ആദ്യം കൊടുത്തിട്ടുള്ളത്. പിന്നീട് അടുത്ത പേജിലേക്ക് വരുമ്പോൾ പിന്നെ ഉള്ളടക്കത്തിലേക്ക് വരുമ്പോൾ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം 30 സെറ്റ് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് മൊത്തത്തിൽ കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം കറണ്ട് അഫയേഴ്സ് ഇന്ത്യ, കറണ്ട് അഫയേഴ്സ് കേരള, കറണ്ട് അഫയേഴ്സ് വേൾഡ് എന്നിങ്ങനെ തരംതിരിച്ചിട്ടാണ് കറണ്ട് അഫയേഴ്സ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആദ്യത്തെ പേജിൽ തന്നെ LDC മോഡൽ ക്വസ്റ്റ്യൻ ബാങ്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം LDC Mains MQP എന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്വസ്റ്റ്യൻ പൂൾ. നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്ക് നമുക്ക് സമഗ്രയിൽ നിന്ന് ലഭ്യമാകും. അപ്പോൾ സമഗ്രയിൽ അതിനകത്ത് SCERT ടെക്സ്റ്റ് ബുക്കിനൊപ്പം തന്നെ അതിൻ്റെ ഇപ്പുറത്ത് ക്വസ്റ്റ്യൻ പൂൾ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ പൂളിനകത്ത് നമുക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ബാങ്കിനകത്ത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് തികച്ചും യൂസ്ഫുൾ ആയിരിക്കും. നമ്മളിപ്പോൾ കണ്ടതാണ് നമ്മുടെ ലാസ്റ്റ് നടന്ന SC ഡെവലപ്മെൻറ്റ് ഓഫീസറിനകത്ത് ക്വസ്റ്റ്യൻ പൂളിനകത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ആ ഒരു ടഫായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസുകളും അതോടൊപ്പം തന്നെ ഈസി ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസുകളും എല്ലാം നമുക്ക് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻസിനകത്ത് ലഭ്യമാകും.
അപ്പോൾ ഇത് നമ്മുടെ സിലബസ് പ്രകാരം തയ്യാറാക്കിയിട്ടുള്ള 100 ചോദ്യങ്ങൾ വീതമുള്ള 30 സെറ്റ് ചോദ്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സെറ്റ് ചോദ്യങ്ങൾ ഇവിടെ തീർന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ആൻസർ ഉത്തരസൂചിക കൊടുത്തിട്ടുണ്ട്. ഉത്തരസൂചിക കൊടുത്തിട്ടുള്ളതിനകത്ത് നമുക്ക് ലാസ്റ്റിനകത്ത് ടോട്ടൽ റൈറ്റ്, ടോട്ടൽ റോങ്, ടോട്ടൽ മാർക്ക്, അപ്പം നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് നമ്മളിതിനകത്ത് അറ്റൻഡ് ചെയ്തു എന്ന് നമുക്ക് രേഖപ്പെടുത്താം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ മോഡൽ തന്നെ നമ്മുടെ ഒന്നേകാൽ മണിക്കൂർ എടുത്ത് തന്നെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുന്നതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ആൻസേഴ്സ് ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു സെറ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കി കഴിയുമ്പോൾ അതിൻ്റെ നമുക്ക് എത്ര ശരിയായിട്ടുള്ള ആൻസേഴ്സ് കിട്ടിയെന്നും എത്ര എണ്ണം തെറ്റിയെന്നുള്ളത് നമുക്കവിടെ കറക്റ്റായിട്ട് അടയാളപ്പെടുത്തി വെച്ചിട്ട് നമ്മുടെ മാർക്ക് നമുക്കവിടെ കൗണ്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് തെറ്റിപ്പോയ ഭാഗങ്ങൾ അതനുസരിച്ച് ആ ഭാഗം നല്ല രീതിയിൽ റിവൈസ് ചെയ്യാനും ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും, ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ പിന്നെ നമുക്ക് 10 മാർക്കിനേ ഉള്ളൂ നമുക്ക് മാത്സിൻ്റെ ഉള്ളത്. അപ്പോൾ ആ 10 മാർക്കിൻ്റെ മാത്സിനകത്ത് അതിൻ്റെ മാത്സിൻ്റെ എക്സ്പ്ലനേഷനും കൊടുത്തിട്ടുണ്ട്. മാത്സിൻ്റെ മാത്രം എക്സ്പ്ലനേഷൻസും ആ ഒരു ക്വസ്റ്റ്യൻ സെറ്റ് തീരുന്നതിൻ്റെ പുറകിൽ ആൻസേഴ്സിൻ്റെ തൊട്ട് പുറകിലായിട്ട് കൊടുത്തിട്ടുമുണ്ട്. അപ്പം ഞാനിത് എൻ്റെ ഈ ബുക്ക് കിട്ടിയതിന് ശേഷം ഞാനൊരു 4-5 സെറ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്ത് നോക്കി. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കറണ്ട് അഫയേഴ്സ് നമുക്ക് നല്ല രീതിയിൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് നമുക്ക് എല്ലാ ടോപ്പിക്കിനും കറണ്ട് അഫയേഴ്സ് വരും എന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂ. എത്ര മാർക്കിന് കറണ്ട് അഫയർ എന്നുള്ള രീതിയിൽ നമുക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ നോക്കുമ്പോൾ പറയാം, ആനുകാലിക വിഷയങ്ങൾ 20 മാർക്ക് നമുക്ക് തന്നിട്ടുണ്ട്. 20 മാർക്കാണ് തന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ 20 മാർക്കിനുള്ള കറണ്ട് അഫെയർ നമുക്ക് ഈ ഒരു ബുക്കിനകത്തുനിന്ന് ലഭ്യമാണ്. അപ്പം ഈ ഒരു 20 കറണ്ട് അഫേഴ്സ് എല്ലാ സെറ്റിനകത്തും നമുക്ക് 30 സെറ്റിനകത്തും 20 വീതം കറണ്ട് അഫേഴ്സ് നമുക്ക് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ ഒരു കറണ്ട് അഫേഴ്സ് 20 സെറ്റ് ആ 30 സെറ്റ് ചോദ്യത്തിനകത്ത് 20 വീതം കറണ്ട് അഫേഴ്സ് വരുന്നത് അത് ഉൾപ്പെടാതെയുള്ള ആ കറണ്ട് അഫേഴ്സ് ഉൾപ്പെടാതെയുള്ള ബാക്കി കറണ്ട് അഫേഴ്സ് ആണ് 1500ഓളം കറണ്ട് അഫെയർ ഫാക്ട്സ് ആയിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് ഈ ബുക്കിനകത്ത്. അപ്പം നോക്കാം, നമ്മൾ അടുത്തത് രണ്ടാമത്തെ സെറ്റ് ചോദ്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതിനകത്ത് ആദ്യത്തെ സെറ്റ് ചോദ്യങ്ങൾ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ചെയ്ത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കറിയാം ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ബാങ്ക് മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ്, നമ്മൾ എത്രത്തോളം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ ടോപ്പിക്ക് എന്നുള്ള രീതിയിൽ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇതിനകത്തെ ക്വസ്റ്റ്യൻ ബാങ്കിനകത്ത് വന്നിട്ടുള്ളത്. അപ്പം ലാസ്റ്റ് മോഡൽ ക്വസ്റ്റ്യൻസ് 30ാമത്തെ മോഡൽ ക്വസ്റ്റ്യനാണ് ഇത്രയും കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം കറണ്ട് അഫയേഴ്സ് ഇന്ത്യ എന്ന രീതിയിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കറണ്ട് അഫയേഴ്സിന് നമുക്ക് ഇന്ത്യയിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കേരള, പിന്നെ വേൾഡ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, കറണ്ട് അഫയേഴ്സ് ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഇത് കറണ്ട് അഫയേഴ്സ് ഒരു ഫാക്റ്റ് തന്ന അതിൻ്റെ ആൻസർ മാത്രമല്ല കൊടുത്തിട്ടുള്ളത്. കറണ്ട് അഫയർ നമ്മുടെ എക്സാമിന് വരുന്ന രീതിയിൽ തന്നെ ഒരു ചോദ്യം 4 ഓപ്ഷൻസ് അതിൻ്റെ ആൻസർ എന്നുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഒരു ചോദ്യം നമുക്ക് നോക്കാം. ഇന്ത്യയുടെ ആദ്യത്തെ ഡ്രൈവർ ഇല്ല മെട്രോ സർവീസ് നിലവിൽ വരുന്നത് എവിടെയാണ്? കൊൽക്കത്ത, മുംബൈ, ഡൽഹി, ചെന്നൈ. ഇങ്ങനെയാണ് ഓരോന്നും കറണ്ട് അഫയേഴ്സ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇന്ത്യ ഫാക്ട്സിലെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആ പേജിൻ്റെ ലാസ്റ്റ് തന്നെ അതിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. ആൻസർ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കാം, നമ്മൾ ബാക്കി നമ്മുടെ ബെസ്റ്റിൻ്റെ ബുക്കുകൾ നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ബുക്കുകളുടെയൊക്കെ ലിങ്ക്, റിവ്യൂ ചെയ്തതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഇടാം. അപ്പോൾ അതിൻ്റെ എന്ന് വെച്ചാൽ ലാസ്റ്റ് ആ പേജിൻ്റെ ലാസ്റ്റാണ് അവർ ആൻസർ കൊടുത്തിട്ടുള്ളത്. ഇത് മോഡൽ ക്വസ്റ്റ്യൻ ബാങ്ക് ആണ്, നമ്മുടെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇറക്കിയിട്ടുള്ള ബുക്കുകളല്ല, മോഡൽ ക്വസ്റ്റ്യൻ ബാങ്ക് ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സെറ്റ് ചോദ്യം കഴിയുമ്പോഴാണ് അതിൻ്റെ ഉത്തരസൂചിക കൊടുത്തിട്ടുള്ളത്. കാരണം നമ്മളിത് 1.25 മണിക്കൂർ എടുത്ത് ചെയ്ത് നോക്കിയിട്ട് ആൻസേഴ്സ് നോക്കാൻ വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആൻസർ ലാസ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ കറണ്ട് അഫയേഴ്സിലേക്ക് വരുമ്പോൾ ആദ്യത്തെ പേജിൽ ഏകദേശം 10 അല്ലെ 11 ചോദ്യങ്ങളുണ്ടാവും. ഒരു പേജിൽ 10-15 ചോദ്യങ്ങളുണ്ടാവും. അതിൻ്റെ ആൻസേഴ്സ് ആ പേജിൻ്റെ ലാസ്റ്റ് തന്നെ കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയ ചോദ്യത്തിൻ്റെ ഉത്തരം, ഇന്ത്യയുടെ ആദ്യത്തെ ഡ്രൈവറില്ല മെട്രോ സർവീസ് നിലവിൽ വരുന്നത്, ഇതിൻ്റെ ആൻസർ സി, അതായത് ഡൽഹിയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോന്നിൻ്റെയും ആൻസർ ആ പേജിൻ്റെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഏകദേശം ഇന്ത്യ ഫാക്ട്സിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സ് ഏകദേശം 600 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. അതായത് ചോദ്യവും അതിൻ്റെ 4 ഓപ്ഷൻസും ആൻസറും എന്ന രീതിയിൽ 600 കറണ്ട് അഫയേഴ്സ് ആണ് ഇന്ത്യയിൽ നിന്നും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ CA ഇന്ത്യ എന്നുള്ളതിൽ നിന്ന് 600 കറണ്ട് അഫയേഴ്സ്. പിന്നെ വരുന്നത് കറണ്ട് അഫയേഴ്സ് കേരളയാണ്.
അതും ഇതുപോലെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. 2020 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാര്? പി സച്ചിദാനന്ദൻ, പോൾ സക്കറിയ, എം മുകുന്ദൻ, ഏഴാശ്ശേരി രാമചന്ദ്രൻ. അതിന്റെ ഉത്തരം ലാസ്റ്റ് ബി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഉത്തരം പോൾ സക്കറിയാണ്. ഇതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ്, കേരള ഫാക്സിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സ് ഏകദേശം അതുപോലെ തന്നെ ഏകദേശം 500ഓളം കറണ്ട് അഫയർ ഫാക്ട്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബുക്ക്, അപ്പോൾ ഈ ബെസ്റ്റിൻ്റെ ഈ ഒരു ബുക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബുക്ക് ബെസ്റ്റിൻ്റെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആ ബുക്ക് എത്രത്തോളം യൂസ്ഫുൾ ആണ് എന്നുള്ള രീതിയിൽ അത് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് 500ഓളം കേരള ഫാക്ട്സ് കറണ്ട് അഫയേഴ്സ് ഉണ്ട്. അതും ഇതുപോലെ ഓപ്ഷൻസ് 4 ഓപ്ഷൻസ് ആൻസർ എന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നീട് കറണ്ട് അഫയേഴ്സ് വേൾഡ് എന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. കറണ്ട് അഫയേഴ്സ് വേൾഡുമായി ബന്ധപ്പെട്ട് 400 കറണ്ട് അഫയേഴ്സ് ഉണ്ട്. അപ്പോൾ 1500 കറണ്ട് അഫയേഴ്സ് ഫാക്ട്സും അതോടൊപ്പം തന്നെ 30 സെറ്റ് മോഡൽ ക്വസ്റ്റ്യൻസിനകത്ത് 20 വീതമുള്ള കറണ്ട് അഫയേഴ്സും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശരിക്കും നമ്മുടെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് ഇപ്പം നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള ഏറ്റവും നല്ല മോഡൽ ക്വസ്റ്റ്യൻ ബാങ്ക് തന്നെയാണിത്. അതും നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിനെ ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്തിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ ബാങ്കാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇനി വരുന്ന പരീക്ഷകൾക്ക് LDC മെയിൻസ് എക്സാം അതുപോലെ തന്നെ LDC ലെവലിലുള്ള എല്ലാ പരീക്ഷകൾക്കും നമ്മൾക്ക് വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിനും ഇപ്പോൾ സിലബസ് സെയിം ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഡിഗ്രി ലെവൽ പ്രിലിംസിനും ഈ ഒരു ബുക്ക് യൂസ്ഫുൾ ആണ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ 12th പ്രിലിമിനറി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ മെയിൻസ് എക്സാം ആയിരുന്നു. ആ ഒരു മെയിൻസ് എക്സാമിനും ഈ പോർഷൻസ് നമുക്ക് ഉപയോഗപ്പെടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 80 മാർക്ക് നമ്മുടെ ഈ സിലബസ് തന്നെയാണ്. ഈ ഒരു ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെയും അതുപോലെ തന്നെ LDC മെയിൻസിൻ്റെയും സിലബസ് തന്നെയാണ്. ഏകദേശം സിലബസ് അത് തന്നെയാണ് 12th മെയിൻസിനും. അതിനകത്ത് 20 മാർക്ക് അല്ലെങ്കിൽ 10 മാർക്ക് മാത്രമാണ് നമുക്ക് ആ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുന്നത്. ബാക്കി എല്ലാം അങ്ങനെ നോക്കുമ്പോൾ LDC മെയിൻസ്, LDC ലെവലിലുള്ള ബാക്കി എല്ലാ പരീക്ഷകളും, ഡിഗ്രി ലെവൽ പ്രിലിംസ്, 12th ലെവൽ മെയിൻസ് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കും ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾക്ക് തികച്ചും യൂസ്ഫുൾ ആകും. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു 330 രൂപയാണ്. അത് നിങ്ങൾക്ക് കൊറിയറായിട്ട് അല്ലെങ്കിൽ പോസ്റ്റലായിട്ട് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് അതിന് കുറച്ച് ഏതാണ്ട് 100 രൂപ, അതായത് 100 രൂപയുടെ അടുത്താണ്ട് ഡിസ്കൗണ്ട് ഏതാണ്ടും ഉണ്ടെന്ന് തോന്നുന്നു. അതോടൊപ്പം തന്നെ അതിന് പോസ്റ്റൽ ചാർജ് അല്ലെങ്കിൽ കൊറിയർ ചാർജ് അതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു 100 രൂപയുടെ അടുത്ത് നിങ്ങൾക്ക് ഡിസ്കൗണ്ടും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബുക്ക് താല്പര്യമുള്ളവർക്ക് വാങ്ങാം. അതോടൊപ്പം തന്നെ ദി ബെസ്റ്റിൻ്റെ മറ്റ് ഏതെങ്കിലും ബുക്കുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ബാക്കിയുള്ളവർക്ക് അത് യൂസ്ഫുൾ ആകും. കാരണം ഈ ഒരു ബുക്ക് എത്രത്തോളം യൂസ്ഫുൾ ആണ് നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് എന്നുള്ളത് നിങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് കൂടെ ചെയ്യുക.